ഹലോ എവരി വൺ, വെൽക്കം ടു ഓ3 മാത്സ്. ഇറ്റ്സ് മീ നബീൻ. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ CBSE സ്റ്റുഡൻസിന് 4 മാർക്കിന് ചോദിച്ച ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ചെക്ക് ഇഫ് ദി റിലേഷൻ ആർ ഇൻ ദി സെറ്റ് ആർ, റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ് തന്നെയാണ്. ഓക്കെ, ഡിഫൈൻഡ് ആസ് നമുക്കിവിടെ റിലേഷൻ തന്നിട്ടുണ്ട്. ആർ ഈക്വൽ ടു AB എന്നുള്ള ഒരു ഓർഡർ പെയർ പോസിബിൾ ആക്കണം. എന്ത് കണ്ടീഷനിൽ, ഏതിൻ്റെ കണ്ടീഷനിൽ? A ലെസ് ദൻ B ആവണം അല്ലേ? A ലെസ് ദൻ B ആവണം. ഈസ് അത് സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാനല്ല, ഷോ ദാറ്റ് അല്ല, പിന്നെ വെരിഫൈ ചെയ്യാനല്ല, എന്താണ്? ചെക്കാണ്. അപ്പോൾ ഈ ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ ചെക്ക് ചെയ്യണം. അപ്പോൾ അത് സിമെട്രിക് ആവാതിരിക്കുക, ട്രാൻസിറ്റീവ് ആവാതിരിക്കുക. നേരെ മറിച്ച് ഇത് പ്രൂവ് ദാറ്റ് ഷോ ദാറ്റ് ക്വസ്റ്റൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ സിമെട്രിക് ആണെങ്കിൽ സിമെട്രിക് എന്ന് തന്നെ പ്രൂഫിലേക്ക് വരാം. ട്രാൻസിറ്റീവ് ആണെങ്കിൽ ട്രാൻസിറ്റീവ് എന്നുള്ള പ്രൂഫിലേക്ക് വരാം. ഓക്കെ, ഫൈനൽ ആൻസറിലേക്ക് എത്താം. പക്ഷേ നമുക്കിവിടെ ചെക്ക് ചെയ്യണം. നമുക്കറിയില്ല ഏതാണ് സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത്. നമുക്കറിയാം എ റിലേഷൻ ഇഫ് ഇറ്റ് ഈസ് സിമെട്രിക് ആണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു ഹെഡിങ് കൊടുത്താൽ ഇഫ് ഇറ്റ് ഈസ് സിമെട്രിക്, നമ്മുടെ കയ്യിലുള്ള റിലേഷൻ സിമെട്രിക് ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ എന്ത് വേണം? A, B എന്നുള്ള ഒരു ഓർഡേഡ് പെയർ നമ്മുടെ റിലേഷനിൽ ഉണ്ടായിരിക്കണം. അത് മാത്രം ഉണ്ടായാൽ മതിയോ? AB എന്നുള്ളൊരു ഓർഡേഡ് പെയർ റിലേഷൻ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആര് വേണം? B, A ബിലോങ്സ് ടു R നമ്മളെ റിലേഷനിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മൾ ആ റിലേഷനെ എന്ത് പറയുള്ളൂ? സിമെട്രിക് റിലേഷൻ എന്ന് പറയുള്ളൂ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാനിവിടെ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ സപ്പോസ് AB നമ്മളെ റിലേഷനിലുണ്ട്. അതായത് A, B എന്തുണ്ട്? നമ്മളെ റിലേഷനിലുണ്ട്. അതിൻ്റെ മീനിങ് എന്താ? A ലെസ് ദാൻ B ആയിരിക്കണം. അതെന്താ ഉണ്ടായിക്കൂടെ? ഒരു പ്രശ്നമില്ല. A ലെസ് ദാൻ B ആയിട്ടുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള AB എന്നുള്ള ഓർഡേഡ് പെയർ നമ്മുടെ റിലേഷനിൽ പോസിബിൾ ആണ്. അങ്ങനെയെങ്കിൽ BA എന്നുള്ളൊരു ഓർഡേഡ് പെയർ പോസിബിൾ ആണോ? BA എന്നുള്ളൊരു ഓർഡേഡ് പെയർ B, A ബിലോങ്സ് ടു റിലേഷനിൽ ഉണ്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ആര് വേണം? B ലെസ് ദാൻ A ആവണം. അത് പോസിബിൾ ആണോ? അത് നോട്ട് പോസിബിൾ ആണ്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ 4, 5 ആണ് നമ്മളെ റിലേഷനിലുള്ളത്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? 4 ലെസ് ദാൻ 5 ആണെന്ന് പറയാം. ഓക്കെ, വിച്ച് ഈസ് ഇംപ്ലൈസ് അങ്ങനെയെങ്കിൽ ആര് വേണം? 5, 4 നിർബന്ധമായിട്ട് നമ്മളെ റിലേഷനിൽ ഉണ്ടായിരിക്കണം അല്ലേ? 5, 4 നമ്മളെ റിലേഷനിൽ ഉണ്ടായിരിക്കണം. പക്ഷേ 5 നോട്ട് ലെസ് ദാൻ 4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ഒരു റിലേഷൻ എന്തല്ല? R ഈസ് നോട്ട് സിമെട്രിക്. സോ നമുക്ക് എന്ത് പറയാം? R ഈസ് നോട്ട് സിമെട്രിക്. R ഈസ് നോട്ട് സിമെട്രിക്. R എന്തല്ല? ഒരു സിമെട്രിക് റിലേഷൻ അല്ല എന്നുള്ളത് നമുക്ക് ഇവിടെ പറയാം. ഇനി ഇത് ഗിവൺ റിലേഷൻ ഇത് നമുക്ക് ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. ഇതുപോലെ തന്നെ നമുക്ക് ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇഫ് ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്, ഗിവൺ റിലേഷൻ ട്രാൻസിറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ A, B എന്നുള്ള ആൾ റിലേഷനിലുണ്ട്. അതുപോലെ തന്നെ B, C എന്നുള്ള ആളും റിലേഷനിലുണ്ട് എങ്കിൽ നിർബന്ധമായിട്ട് അവിടെ ആര് വേണം? A, C ഇൻ റിലേഷനിലുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഗിവൺ റിലേഷൻ ട്രാൻസിറ്റീവ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ സപ്പോസ് AB എന്നുള്ള ആൾ നമ്മുടെ റിലേഷനിലുണ്ട്. ABക്ക് ഞാൻ എന്ത് കൊടുത്തു? 4, 5 ആണ് AB എന്നുള്ളത് റിലേഷനിലുണ്ട് അല്ലേ? ഇനി 5ൽ സ്റ്റാർട്ട് ചെയ്യുന്ന കാരണം എന്താ? 4 ലെസ് ദാൻ 5 ആണ്. ക്ലിയർ ആണല്ലോ? ഇനി 5ൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരു നമ്പർ കൊടുത്തു. അതായത് 5, 6 റിലേഷനിലുണ്ട്. കാരണം എന്താ? 5 ലെസ് ദാൻ 6 ആണ്. അതും എന്തുണ്ട്? റിലേഷനിലുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ പറഞ്ഞൂടെ 4, 6 റിലേഷനിലുണ്ടായിരിക്കുമെന്ന് പറഞ്ഞൂടെ? കാരണം എന്താ? 4 ലെസ് ദാൻ 6 ആണ്. ഓക്കെ, ഇനി ഏത് നമ്പർ എടുത്ത് കഴിഞ്ഞാലും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ചെയ്തുകൊണ്ട് നമുക്കിത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഗിവൺ റിലേഷൻ എന്താണ്? R ഈസ് ട്രാൻസിറ്റീവ് എന്ന് പറയാം. R ഈസ് എ ട്രാൻസിറ്റീവ് റിലേഷൻ. R എന്താണ്? ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണെന്ന് പറയാം. ക്ലിയർ ആണ്?